ഒരു ഒറ്റ വർഷത്തിന് 55 പടം സൈൻ ചെയ്തു. ആ 55 പടത്തിൽ 39 പടം റിലീസായി. ബാക്കി മിക്കവാറും പടങ്ങൾ പലതും 5000, 9000, 10000 ഓടിയെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അതിന് വരാനേ പോകുന്നില്ല. ഞാൻ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് വെക്കേഷന് നാട്ടിൽ വരുമ്പോൾ, അതായത് ചങ്ങനാശ്ശേരി SP കോളേജിൽ ഞാൻ പഠിച്ചിരുന്നത്, അന്ന് തിരുവനന്തപുരത്ത് ഒരു ആക്ടിങ് കോമ്പറ്റീഷൻ നടന്നു, ഡ്രമാറ്റിക് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ. പിന്നെ പേര് കൊടുത്തപ്പോൾ പോകാതിരിക്കാൻ നിവർത്തില്ല. എന്നിട്ട് ഞാൻ ഒഴിയാൻ നോക്കിയത് വേണ്ട, അതൊക്കെ വലിയ അമച്ചർ ആർട്ടിസ്റ്റൊക്കെ വരുന്ന സ്ഥലത്ത് നമ്മൾ പോയി നാണം കിടണ്ടെന്നൊക്കെ പറഞ്ഞൊരു സമ്മതിക്കില്ല. അവർ രണ്ടും കൂടെ പിടിച്ചെടുത്തുകൊണ്ടായാൽ രണ്ടുപേര് അവരുടെ പേര് അറിഞ്ഞിരിക്കേണ്ട. ഒന്ന് മിസ്റ്റർ ആനൂർ കേശവൻ നായർ, പബ്ലിക് സർവീസ് കമ്മീഷൻ സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹം. പിന്നെ ഒരാൾ എൻ്റെ വേറെ സ്നേഹിതൻ മിസ്റ്റർ വേലപ്പൻ നായർ, അനിയൻ എന്നാണ് ഞങ്ങൾ അദ്ദേഹത്തെ വിളിക്കുന്നത്. പിന്നെ ഇവർ രണ്ടും കൂടെ നമ്മളെ നിർബന്ധിച്ചാണ് ട്രിവാൻഡ്രത്ത് കൊണ്ടുപോയത്. ഇതൊന്നും അവിടുത്തെ ഈ ആക്ടിങ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് 9 മിനിറ്റ് തരും. ഈ 9 മിനിറ്റിൽ 3 രസം അഭിനയിച്ച് കാണിക്കണം: ശോകം, രൗദ്രം, ഹാസ്യം. ശോകം ഒരു 3 മിനിറ്റ് അഭിനയിച്ചത് ഹരിശ്ചന്ദ്ര മഹാരാജാവ് നാടും വീടും കൊട്ടാരവും ഉപേക്ഷിച്ച് പോകുന്നത്. ഇയാൾ വളരെ ആത്മാർത്ഥമായി സ്നേഹിച്ചൊരു കാമുകിയെ കാണാൻ പെട്ടെന്ന് ചെല്ലപ്പോൾ അവൾ വേറൊരുത്തിനായിട്ട് സല്ലപിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഇയാൾക്ക് ദേഷ്യം വന്നു. ഇയാൾ അവിടെ കുറേ ഷൗട്ട് ചെയ്ത് കുറേ ഡയലോഗ്സ് പറയും. അത് ഇഷ്ടം പോരായിരുന്നു, ഞാൻ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ തോന്നി തട്ടി വിട്ടുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഹാസ്യം. ഈ SP പിള്ള മുതുകുളം അവരുടെ കാലഘട്ടമായിരുന്നു. അവരെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു ഇത് കാണിച്ചു. അവസാനം റിസൾട്ട് വന്നപ്പോൾ എനിക്കായിരുന്നു ഫസ്റ്റ് പ്രൈസ്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോൾ പിറ്റേന്ന് പേപ്പറിൽ പേരൊക്കെ വന്നു. ഓരോരുത്തരായിട്ട് ക്ഷണിക്കാൻ തുടങ്ങി. അന്ന് തന്നെ CA പരമേശ്വരൻ പിള്ള അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഹാവ് യു ടേസ്റ്റ് ഫോർ ഫിലിംസ്, ദെൻ ഐ വിൽ ഗിവ് എ ലെറ്റർ, യു വിൽ സി എ ജെന്റിൽമാൻ. അങ്ങനെ CA തന്ന ഈ എഴുത്തുമായിട്ട് ഞാനൊരു പ്രൊഡ്യൂസർ പോയി കണ്ടു, മിസ്റ്റർ KM മേനോൻ. ആ കാലഘട്ടത്തിലൊരു വലിയ പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹം ത്യാഗസിംഗ് എന്ന പടം എടുത്തുകൊണ്ട് ഇരിക്കുന്ന അവസരം. അത് പടം അതിൻ്റെ കഥ എഴുതിയിരിക്കുക ബാലകൃഷ്ണനാണ്. ബാലകൃഷ്ണൻ എനിക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്. അപ്പോൾ അതിൽ ഒരു പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ സത്യനും ഞാനും കൂടെ അഭിനയിക്കുന്നൊരു പടമാണ്. ആദ്യമാണ് മിസ്റ്റർ സത്യൻ ഞാനും കൂടെ ഒരുമിച്ച് പരിചയപ്പെടുന്നതും ഒരുമിച്ച് അഭിനയിക്കുന്ന പടം. പക്ഷേ ഞങ്ങൾ റിഹേഴ്സലൊക്കെ നടത്തി വെച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു 2000-3000 അടി എടുത്തു മിസ്റ്റർ സത്യൻ്റെ. എൻ്റെ എടുക്കാൻ സാധിച്ചില്ല ഈ ത്യാഗസ്യം എന്ന പടത്തിൽ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് സേലത്തു നിന്നൊരു ടെലഗ്രാം കിട്ടി. ഞാൻ നേരെ അവിടെ ചെന്നു. സേലത്താണ് ആദ്യമായിട്ട് ഹരിശ്രീ കുളിക്കുന്നത്, തമിഴ്നാട്ടിലാണ്, സേലം രത്ന സ്റ്റുഡിയോ. അവിടെ ചെന്നു, ഡയറക്ടറെ പരിചയപ്പെടുത്തി. മിസ്റ്റർ ചാരി എന്ന് പറയുന്ന ഒരാൾ. പടം അഭിനയിച്ചു. കുറച്ച് ദിവസം എനിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചുള്ളൂ. ഒരു ഹോം സിക്നസ് വന്ന് ഞാൻ തിരിച്ചു വന്നു. ആ പടം ശരിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാനൊന്നും എനിക്ക് സാധിച്ചില്ല. പടം റിലീസായി ഭയങ്കര ഫ്ലോപ്പായി, പടം വലിയ പരാജയമായി പോയി. പക്ഷേ ഇത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ KNK ആലപ്പുഴ ശ്രീ കുഞ്ചാക്കോ ശ്രീ കോശി 2 പേരുണ്ട്. കുഞ്ചാക്കോ കോശി, KNK. അവർ ജീവിത നൗകയ്ക്കെടുത്ത് വലിയ പ്രസിദ്ധീകരിക്കുന്ന അവസരം. അപ്പോൾ അവരുടെ നെക്സ്റ്റ് പടമാണ് വിശപ്പിൻ്റെ വിളി. അതിലെന്നെ നായകനായിട്ട് വിളിച്ചു. അതിൽ കോൺട്രാക്ട് സൈൻ ചെയ്തു. അത് മലയാളം, തമിഴ്, തെലുങ്ക് അങ്ങനെ 3 വെർഷനാണ്. 3 ഞാൻ തന്നെ ഹീറോ. അന്ന് തെലുങ്ക് തമിഴെന്ന് പറഞ്ഞിട്ട് എന്തായാലും പറഞ്ഞ് കാണാതെ പഠിക്കും. ഇപ്പോൾ ഉള്ള ഈ ചില ആർട്ടിസ്റ്റൊക്കെ മലയാളത്തിൽ അഭിനയിക്കുന്ന മാതിരി. അത് കഴിഞ്ഞ് അച്ഛൻ എന്നൊരു അച്ഛൻ എന്ന് പറഞ്ഞൊരു പടം. അത് മലയാളവും തമിഴും തെലുങ്കും. അതായത് അച്ഛൻ എന്ന് വെച്ചാൽ അച്ഛൻ മലയാളം, തന്തൈ തമിഴ്, തൻട്രി തെലുഗു, അങ്ങനെ. അത് 3 വർഷമാണ്. അത് ഞാൻ തന്നെ അഭിനയിച്ചത്. 3 വർഷം നായകനായിട്ട്. അത് 2 പടവും വലിയ ഹിറ്റ് പടമായിരുന്നു. വലിയ ഹിറ്റായിരുന്നു. 2 പടങ്ങളും വലിയ ഹിറ്റായിരുന്നു. അതുകൊണ്ട് തുടർച്ചയായിട്ട് പടങ്ങൾ വന്നു തുടങ്ങി. മെറിലാൻഡ് എന്നെ വിളിച്ചു. ശ്രീ P സുബ്രഹ്മണ്യം അങ്ങോട്ട് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പടത്തിൽ പോയി അങ്ങനെ തുടർച്ചയായിട്ട് അഭിനയിച്ചു. അങ്ങനെ മെറിലാൻഡും ഉദയമായിട്ട് അങ്ങനെ മാറി മാറി അഭിനയിച്ചുകൊണ്ടിരുന്നു. ഈ കാലഘട്ടത്തിലാണ് തമിഴിലേക്കുള്ള എൻ്റെ ക്ഷണം 1957. അപ്പോൾ 51 തുടങ്ങിയത് എൻ്റെ ആദ്യത്തെ പടം മരുമകൾ. 51 ഡിസംബർ 26 ആദ്യമായിട്ട് ഞാൻ ക്യാമറയെ ഫേസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 57 തമിഴിലേക്കുള്ള ക്ഷണമാണ്. അപ്പോൾ തമിഴിൽ ആദ്യത്തെ പടം തൈ പിറന്താൽ വഴി പുറക്കും എന്നുള്ളതാണ്. അന്നാണ് നമ്മുടെ ശ്രീ MGR ഞാൻ അവിടെ വെച്ച് കാണുന്നത് അറിയില്ല ശ്രുതി. അപ്പോൾ MGR ഞാനുമായിട്ട് പരിചയപ്പെട്ട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്തിനാ ഈ മലയാളം തമിഴിലേക്കും വരാമല്ലോ, എന്തിനാ ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്? നമ്മൾ ചേട്ടാ എനിക്ക് തമിഴൊന്നും വലിയ പിടിയില്ല. ഞാൻ എൻ്റെ തമിഴിൽ അടിച്ചു. ഈ തമിഴൊക്കെ മതി, സിനിമയ്ക്ക് വരാൻ ഇതൊക്കെ ധാരാളം മതി. ഇവിടെയാണ് AK വേലൻ എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസറിനെ ഇവിടെ നിന്ന് ക്ഷണിക്കുന്നത്. ടെലിഫോണിൽ നിങ്ങൾക്ക് റോളുണ്ട്, തൈവരം താഴെ പറക്കുന്ന പടം ഞാൻ എടുക്കുന്നു, ഒരു കഥാനായകൻ്റെ വേഷമാണ്, SSR ഉണ്ട്, 2 നായകന്മാരാണ്. എന്ന് വെച്ചാൽ വെരി ഫൈൻ റോൾ, നിങ്ങൾക്ക് നന്നായിരിക്കും.
പറഞ്ഞു എനിക്ക് തമിഴ് ഒരു പിടിയില്ലായിരുന്നു. ഞാൻ തമിഴ് തന്നെ കുറേ സംസാരിച്ചു. ഈ തമിഴ് ധാരാളം മതി, നിങ്ങൾ ഉടനെ പുറപ്പെട്ട് വരിക എന്ന് പറഞ്ഞു. ഞാനൊരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പുറപ്പെട്ട് ഇവിടെ വന്നു. ആ കോൺട്രാക്ട് സൈൻ ചെയ്തു. ടൈഗർ എന്തായാലും വലിയ ഹിറ്റായി. തമിഴിലെല്ലാം കൂടെ 55 പടം സൈൻ ചെയ്തു. 55 പടം. ഞാൻ ഒരു പടത്തിന് വന്ന ഞാൻ ഒരു ഒറ്റ വർഷത്തിന് 55 പടം സൈൻ ചെയ്തു. ആ 55 പടത്തിൽ 39 പടം റിലീസായി. ബാക്കി മിക്കവാറും പടങ്ങൾ പലതും 5000, 9000, 10000 ഓടിയെന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അതിന് വരാനേ പോകുന്നില്ല.